شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا يا ربي شكرا يا ربي شكرا هديت قلبي شكرا نورت دربي شكرا شكرا. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة ولا حول ولا قوة إلا بالله العلي العظيم. ബഹുമാനരായ സഹോദര സഹോദരിമാരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സൂറത്തുൽ മുസമ്മിലാണ്. 3 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് 4 മുതൽ നോക്കാം. ആ 1 മുതലുള്ള ആയത്ത് ഞാനൊന്ന് പാരായണം ചെയ്യുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീലാ. സദഖല്ലാഹുൽ അലിയുൽ അളീം. അല്ലയോ പുതപ്പിട്ട് മൂടിയവരെ, അങ്ങ് എഴുന്നേൽക്കുക, രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുക. അല്ലേ, രാത്രി അല്പസമയം ഒഴിച്ച് ബാക്കി നിങ്ങൾ നിസ്കരിക്കുക. നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീല, അതായത് അതിൻ്റെ പകുതി സമയം, അതല്ലെങ്കിൽ അതിൽ നിന്ന് അല്പം ചുരുക്കുകയോ. ഔ സിദ്, അതാണ് 4-ാമത്തെ ആയത്ത്. ഔ സിദ് അലൈഹി, അല്ലെങ്കിൽ അതിനേക്കാൾ വർദ്ധിപ്പിക്കുകയോ ചെയ്യുക. അപ്പോൾ രാത്രിയിൽ നിന്ന് കുറച്ചോ കൂടുതലോ പകുതിയോ അങ്ങ് നിസ്കരിക്കണം. ഔ അല്ലെങ്കിൽ സിദ്, അങ്ങ് വർദ്ധിപ്പിക്കുക. അലൈഹി, അതിനേക്കാൾ പകുതിയേക്കാൾ വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ, എങ്ങനെയാണോ സൗകര്യപ്പെടുന്നത് അങ്ങനെ നിസ്കരിക്കുക എന്നർത്ഥം. ഔ സിദ് അലൈഹി. അതിനുശേഷം പറയുന്നത് വറത്തിലിൽ ഖുർആന തർത്തീല, പ്രത്യേകിച്ച് രാത്രി നിസ്കാരത്തിൽ, മറ്റുള്ള സമയങ്ങളിലൊക്കെ വറത്തിൽ, അങ്ങ് പരിശുദ്ധ ഖുർആൻ സാവധാനം പാരായണം ചെയ്യുക. വറത്തിലിൽ ഖുർആന, ഖുർആൻ അങ്ങ് സാവധാനം പാരായണം ചെയ്യുക. തർത്തീലൻ, എങ്ങനെ, നിർത്തി സാവകാശം പാരായണം ചെയ്യുക. അത് നമുക്ക് വിശദമായി പഠിക്കാം ഇൻഷാ അല്ലാഹ്. എന്താണ് ഈ തർത്തീൽ എന്നത്? ഏതായാലും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മക്കാ മുശ്രിക്കുകൾ തന്നെക്കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് കവിയാണെന്നും ഭ്രാന്തനാണെന്നും സാഹിറാണെന്നും ഒക്കെ പറഞ്ഞ് അത് കേട്ടപ്പോൾ വിഷമം കൊണ്ട് വീട്ടിൽ ചെന്ന് പുതപ്പിട്ട് മൂടി കിടന്ന്, ആ സന്ദർഭത്തിലാണ് ഈ ആയത്തിറങ്ങിയത് നമ്മൾ പറഞ്ഞു. അല്ലേ, ഇങ്ങനെയാണ് ഒരു അഭിപ്രായം. വേറെ അഭിപ്രായങ്ങളുണ്ട്. ഇവിടെ മക്കിയാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, ആദ്യ ഘട്ടങ്ങളിൽ അവതരിച്ചതാണ് ഈ ആയത്തുകളൊക്കെ. അന്ന് നിസ്കാരം നിർബന്ധമാക്കപ്പെട്ടിരുന്നില്ല. അതേസമയം അന്ന് നിലവിലുണ്ടായിരുന്നത് രാത്രി നിസ്കാരമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും മറ്റുള്ള ആളുകൾക്കും നിർബന്ധമായിരുന്നു അല്ലേ? ഇതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ടത് തഹജ്ജുദ് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സമുദായത്തിനും ആദ്യം നിർബന്ധമാക്കപ്പെട്ടിരുന്നു എന്നാണ്. പിന്നീട് സമുദായത്തിൻ്റെ മേലിൽ നിന്ന് ആ നിർബന്ധം അല്ലാഹു തആല ഒഴിവാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് നിർബന്ധമായി തുടരുകയും ചെയ്തു. അതാണ് രാത്രിയിൽ കുറച്ചു സമയം ഉറക്കമുണർന്ന് ഖുർആൻ തർത്തീലായി ഓതി നിസ്കരിക്കണമെന്ന് അല്ലാഹു തആല പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തഹജ്ജുദ് നിർബന്ധമായിരുന്നു എന്നതാണ് പ്രബലമായ അഭിപ്രായം. തങ്ങൾക്കത് നിർബന്ധമായിരുന്നു. എല്ലാ പണ്ഡിതന്മാരും പറയുന്ന വിഷയം ഇതുതന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർബന്ധമായിരുന്നു എന്നാണ്. സഅദ് ബിൻ ഹിഷാം എന്നവർ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു പത്നിയുടെ അടുത്ത് ചെന്നിട്ട് വിഷയം ചോദിച്ചു. ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു തരണം. അപ്പോൾ മഹദി അവർ തിരിച്ചു ചോദിച്ചു, നിങ്ങളെന്താ ഖുർആൻ ഓതാറില്ലേ? ഉണ്ടല്ലോ, ഞാൻ ഓതാറുണ്ട്. അപ്പോൾ പരിശുദ്ധ ഖുർആനിലില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന്? കാന ഖുലുഖുൽ ഖുർആൻ അല്ല ഇന്നക ലഅലാ ഖുലുഖിൻ അളീം എന്നൊക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ചോദിച്ചതെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഭാവം എന്താണെന്ന് ചോദിച്ചത്. അപ്പോൾ ഫഇന്ന ഖുലുഖ നബിയില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഖുർആൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു.
നിങ്ങൾ ഖുർആൻ ഓതലില്ലേ? ഉണ്ട്. ആ ഓതണ ഖുർആൻ അതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം. അപ്പോൾ ഈ ചോദിച്ച സഅദ് ഇബ്നു ഹിശാം എന്നവർ ഒക്കെ അത് മനസ്സിലാക്കി അവിടുന്ന് എഴുന്നേൽക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ പെട്ടെന്നാണ് മൂപ്പർക്ക് ഓർമ്മ വന്നത്, ഖിയാമിനെ കുറിച്ച് കൂടെ ചോദിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാത്രി നിസ്കാരം എങ്ങനെയായിരുന്നു എന്നുകൂടെ ഒന്ന് ചോദിക്കാം. അപ്പോൾ മഹദിയോട് ആ വിഷയം ചോദിച്ചപ്പോൾ മഹദി പറഞ്ഞു, തിരിച്ച് ചോദ്യം ചോദിച്ചു, യാ അയ്യുഹൽ മുസമ്മിൽ എന്ന സൂറ നിങ്ങൾ ഓതാറില്ലേ? നിങ്ങൾ ഓതിയിട്ടില്ലേ ആ സൂറ? ഞാൻ ഓതാറുണ്ട്, ഓതിയിട്ടുണ്ട്. അതിനുശേഷം മഹദി അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖിയാമുൽ ലൈൽ നിർബന്ധമാക്കി ഈ ഒരു ആയത്തിലൂടെ, ഈ ഒരു സൂറയിലൂടെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും എഴുന്നേറ്റ് നിസ്കരിക്കാൻ തുടങ്ങി. അവർ കാലിൽ നീര് വരുന്നത് വരെ ഒരുപാട് സമയം നിന്ന് നിസ്കരിക്കാൻ തുടങ്ങി. ഏകദേശം 12 മാസത്തോളം ഇങ്ങനെ തന്നെയായിരുന്നു. അതിനുശേഷം അല്ലാഹു തആല സ്വഹാബികൾക്ക് അതല്ലെങ്കിൽ ഉമ്മത്തിന് ഇതിൽ ഇളവ് ചെയ്ത് കൊടുത്തു. അവർക്ക് ഇത് വോളണ്ടറിയാക്കി, ആവശ്യം, അതായത് താല്പര്യപൂർവ്വം സുന്നത്തായിട്ട് ചെയ്താൽ മതി, കഴിയുമെങ്കിൽ ചെയ്താൽ മതി എന്നൊരു ഇളവ് അല്ലാഹു തആല കൊടുക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ നിർബന്ധ ബാധ്യത അത് അങ്ങനെ തന്നെ നിലനിർത്തുകയും ചെയ്തു. അപ്പോൾ ആദ്യം എല്ലാവർക്കും ഇത് ഫർളായിരുന്നു. അതിനുശേഷമാണ് ഈ ഒരു ഇളവ് കിട്ടിയതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത് ഫർളായി നിലനിർത്തപ്പെട്ടതും എന്ന് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാം. നിസ്ഫഹു അവിൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി, അല്ലേ? അപ്പോൾ രാത്രിയുടെ ഏതാണ്ട് പകുതി സമയം, ചിലപ്പം കുറവോ കൂടുതലോ ആയാലും വിരോധമില്ല, എഴുന്നേറ്റ് നിസ്കരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല കൽപ്പിക്കുകയാണ് ഇവിടെ. ഇത് താങ്കൾക്ക് മാത്രം കൂടുതലായിട്ടുള്ളതാണ് എന്നും സൂറത്തുൽ ഇസ്രായിലെ 78 അല്ലാഹു തആല പറയുന്നുണ്ട്. അവിടെ തന്നെ മനസ്സിലാക്കാം ആ വിഷയം, അല്ലേ? സൂറത്തുൽ ഇസ്രായിലെ 78-ലും 79-ലും അല്ലാഹു തആല ഈ വിഷയം പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അഖിമിസ് സ്വലാത്ത ലിദുലൂകി ശംസ് ഇലാ ഗസഖിൽ ലൈലി വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക് അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ. എന്താണ് 78-ാമത്തെ ആയത്തിന്റെ അർത്ഥം? അഖിമിസ് സ്വലാത്ത ലിദുലൂകി ശംസ് ഇലാ ഗസഖിൽ ലൈൽ, സൂര്യൻ ഉച്ച തിരിഞ്ഞത് മുതൽ രാത്രി ഇരുട്ടാകുന്നത് വരേക്കും നിസ്കാരം മുറപ്രകാരം അനുഷ്ഠിക്കണം. പിന്നെയോ ഖുർആനൽ ഫജ്രി, സുബ്ഹി നിസ്കാരവും നിങ്ങൾ മുറപ്രകാരം നിർവഹിക്കണം. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ, സുബ്ഹി നിസ്കാരം എന്നത് അത് സമ്മേളനത്തിൻ്റെ അവസരമാണ്. രാത്രി ഡ്യൂട്ടിയിലുള്ള മലായിക്കത്തുകളും സുബ്ഹിക്ക് ഡ്യൂട്ടിയിലുള്ള പകൽ ഡ്യൂട്ടിയിലുള്ള മലായിക്കത്തുകളും അവർ ഒരു ടീം ഷിഫ്റ്റ് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന മറ്റൊരു ഷിഫ്റ്റ് ഡ്യൂട്ടി തുടങ്ങുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് സമ്മേളന അവസരം എന്ന് പറയാൻ കാരണം. അപ്പോൾ ഖുർആൻ ഫജ്ർ എന്നുകൊണ്ടുള്ള ഉദ്ദേശം സുബ്ഹി നിസ്കാരം. അവിടെ സുബ്ഹി നിസ്കാരം തന്നെ എന്തായാലും അവിടെ ഖുർആൻ പാരായണം ചെയ്യുമല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ പേര് പറഞ്ഞത്. അപ്പോൾ തൊട്ടടുത്ത ആയത്ത് 79-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ഇത്ര കൂടി പറയുന്നു, വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക്, രാത്രി കുറച്ചു സമയം ഉറക്കമുണർന്ന് ഖുർആൻ ഓതിക്കൊണ്ട് നിങ്ങൾ നിസ്കരിക്കണം. നാഫിലതൻ ലക്, അവിടെയാണ് നമ്മളെ പോയിന്റ്. നാഫിലതൻ ലക്, താങ്കൾക്ക് കൂടുതലായുള്ളതാണിത്, ഇത് താങ്കൾക്ക് കൂടുതലായുള്ള നിർബന്ധ ബാധ്യതയാണ് എന്നർത്ഥം. നാഫിലതൻ ലക് അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദ, താങ്കളെ രക്ഷിതാവ് സ്തുത്യർഹമായ ഒരു സ്ഥാനത്തെത്തിക്കുവാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ എത്തിക്കുമെന്നർത്ഥം. മഖാമൻ മഹ്മൂദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രം കിട്ടുന്ന ഒരു സവിശേഷമായ സ്ഥാനമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് എല്ലാവരാലും സ്തുതിക്കപ്പെടുന്ന ഒരു രംഗം. തഹജ്ജുദ് വമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി, അങ്ങനെ തന്നെ ഇവിടെ കൃത്യമായി പിന്നെ എന്താണ് പറയുക അല്ലാഹു തആല ഉപയോഗിച്ചിട്ടുണ്ട്. മഖാമൻ മഹ്മൂദ് എന്നൊക്കെ പറഞ്ഞാൽ സ്തുത്യർഹമായ സ്ഥാനം. അത് ലോകത്തിലുള്ള എല്ലാ ആളുകളും മഹ്ശറിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സമയത്ത്, വിചാരണ തുടങ്ങാൻ പ്രയാസപ്പെടുന്ന സമയത്ത്, അല്ലേ? എന്തെങ്കിലും ഒരു തീരുമാനമായി കിട്ടിയാൽ മതി, ഒന്നുകിൽ നരകത്തിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എന്നൊരു അവസ്ഥയിലെത്തുമ്പോൾ പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് വിചാരണ തുടങ്ങാൻ അള്ളാഹുവിന് ശുപാർശ ചെയ്യാൻ എല്ലാ അമ്പിയാക്കളോടും ആളുകൾ ആവശ്യപ്പെടുന്നത്. എല്ലാവരും കൈയൊഴിയുമ്പോൾ അവസാനം ഞാനത് ചെയ്യാമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും അവിടെ നിന്ന് സുജൂദിൽ വീഴുകയും അല്ലാഹു തആല ആ ശഫാഅത്ത് സ്വീകരിച്ച് വിചാരണ തുടങ്ങുകയും ചെയ്യുന്നൊരു രംഗം. ആ ഒരു സമയത്ത് എല്ലാവരും ഹബീബിനെ സ്തുതിക്കുമെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹ്മൂദ്, മഖാമൻ മഹ്മൂദ്, എല്ലാവരാലും സ്തുതിക്കപ്പെടുന്ന ഒരു മഖാമാണത്. അതാണ് ആ മഖാമൻ മഹ്മൂദ് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം.
ഇത് ഈ മഹ്ശറയിൽ വെച്ച് ശഫാഅത്ത് ചെയ്യുന്ന ഈ അവസരമാണ് എന്ന് നിരവധി ഹദീസുകളിൽ കാണാം. മഹാന്മാർ മുഫസ്സിരീങ്ങളും അത് അങ്ങനെ തന്നെ രേഖപ്പെടുത്തിയിട്ടും ഉണ്ട്. ഒമിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി, നമ്മുടെ ഇവിടുത്തെ വിഷയം തഹജ്ജുദ് നിസ്കാരമാണ്. തഹജ്ജുദ് നിസ്കരിക്കണമെന്നാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല പറയുന്നത്. വളരെ പ്രാമുഖ്യമുള്ള, പ്രാധാന്യമുള്ള, രാത്രി അല്പം ഉറങ്ങിയ ശേഷം ഉണർന്നിട്ട് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന നിസ്കാരം, എല്ലാ കോലാഹലങ്ങളും കെട്ടടങ്ങിയ സമയത്ത്, എല്ലാ കണ്ണുകളും ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ശാന്തമായ അന്തരീക്ഷത്തിൽ, അല്ലേ, ഒരു സൗണ്ടുമില്ലാത്തൊരു സമയത്ത് പരിശുദ്ധ ഖുർആൻ അങ്ങനെ ഓതി അള്ളാഹുവിനെ മാത്രം മനസ്സിൽ കണ്ട് റബ്ബിൻ്റെ മുമ്പിൽ നിന്ന് അങ്ങനെ നിസ്കരിക്കാൻ എന്തൊരു റാഹത്താണ്. അതാണ് തഹജ്ജുദ് നിസ്കാരം. രാത്രി ഇങ്ങനെ എഴുന്നേറ്റ് നിസ്കരിക്കുന്നത് വളരെ പുണ്യകർമ്മമാണ് എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. ഒരുപാട് ഹദീസുകളും നിരവധി ഖുർആൻ സൂക്തങ്ങളും ഈ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത മാത്രം വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ ഹൃദയങ്ങളൊക്കെ ശുദ്ധീകരിക്കാനുള്ള കാരണങ്ങൾ, അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് തഹജ്ജുദ് നിസ്കാരം. ഈ ഹൃദയ ശുദ്ധീകരണത്തിനുള്ള കാരണങ്ങൾ എണ്ണുന്ന സമയത്ത് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ പറയുന്നത് കാണാം. അതായത് ഹൃദയം ശുദ്ധിയാവാനുള്ള മരുന്നുകൾ 5 എണ്ണമാണ്. 1, അർത്ഥം ചിന്തിച്ച് ഖുർആൻ പാരായണം ചെയ്യുക, അർത്ഥം ചിന്തിച്ചിട്ട് ഖുർആൻ പാരായണം ചെയ്യുക. 2, വയറ് കാലിയാക്കുക എന്ന് പറഞ്ഞാൽ മുച്ചൂടും തിന്നാതിരിക്കുക എന്നർത്ഥം, മൂക്കറ്റം തിന്നാതിരിക്കുക എന്നർത്ഥം. 3-ാമത്തേത് രാത്രി നിസ്കരിക്കുക. 4-ാമത്തേത് അത്താഴ സമയത്ത് അള്ളാഹുവിലേക്ക് താഴ്മയോടെ പ്രാർത്ഥിക്കുക. 5, സജ്ജനങ്ങളായ ആളുകളോടൊപ്പം ഇരിക്കുക, അവരോടൊപ്പം സഹവസിക്കുക. ഹിദായത്തുൽ അദിക്ക എന്ന ഗ്രന്ഥത്തിൽ മഹാനവറുകൾ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഹൃദയം ശുദ്ധീകരിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മരുന്നാണ് തഹജ്ജുദ് എന്ന് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാം. ഇതിന് ഖിയാമുൽ ലൈൽ എന്നും പേരുണ്ട്. രാത്രി ഖിയാമുൽ ലൈൽ എന്ന് പറഞ്ഞാൽ രാത്രി ഉള്ള നിസ്കാരം, രാത്രി എഴുന്നേറ്റുള്ള നിസ്കാരം എന്നതിൻ്റെ വാക്കർത്ഥം. രാത്രിയിൽ നിസ്കരിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങൾക്ക് പൊതുവെ ഖിയാമുൽ ലൈൽ എന്ന് പറയാറുണ്ട്. അത് പലപ്പോഴും തഹജ്ജുദിന് പകരമായി ഉപയോഗിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെ. പിന്നെ അതുപോലെ തന്നെ രാത്രിയിൽ നിരുപാധിക സുന്നത്ത് നിസ്കാരങ്ങൾക്ക് ഇത് പറയൂല. കാരണം എന്താണ്? അതിന് ഉറങ്ങി എഴുന്നേൽക്കൽ നിർബന്ധമില്ലാത്ത സുന്നത്ത് നിസ്കാരങ്ങളുണ്ടല്ലോ, അതല്ല, ഉറങ്ങിയിട്ട് എഴുന്നേൽറ്റ് നിസ്കരിക്കുന്നതിന് ഖിയാമുൽ ലൈൽ എന്ന് തഹജ്ജുദിന് ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതല്ലാതെ ഉറങ്ങൽ നിബന്ധനയില്ലാത്ത ചില സുന്നത്ത് നിസ്കാരങ്ങൾ അത് ഇതിൽ പെടൂല കേട്ടോ. ഓക്കെ, തഹജ്ജുദ് നിസ്കാരമാണ് ഖിയാമുൽ ലൈൽ എന്നാണ് പല പണ്ഡിതന്മാരും പറയുന്നത്. അത് റമളാനിൽ മാത്രമുള്ളതല്ല, എല്ലാ മാസവും എല്ലാ രാത്രികളിലും ഉള്ളതാണ് എന്നാണ് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത്. അപ്പോൾ ഖിയാമുൽ ലൈലും തഹജ്ജുദും ഏറെക്കുറെ ഒന്നാണ് എന്നാണ് ഇത്രയും പറഞ്ഞതിൽ നമുക്ക് മനസ്സിലായത്. ഉറങ്ങി എഴുന്നേറ്റതിന് ശേഷം നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ. റമളാൻ കഴിഞ്ഞാൽ അബൂ ഹുറൈറ റഹ്മത്തുള്ളാഹി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിലുണ്ട്, റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നോമ്പ് മുഹറത്തിലേതാണ്. ഫർള് നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരം രാത്രിയിലെ സുന്നത്ത് നിസ്കാരവും അതായത് തഹജ്ജുദും ആണ്. ഇമാം മുസ്ലിം, അബൂദാവൂദ് എന്നിവർ ഈ ഹദീസിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫർള് നിസ്കാരം കഴിഞ്ഞാലേ പിന്നെ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഈ തഹജ്ജുദ് നിസ്കാരമാണ് എന്നർത്ഥം. ഇൻഷാ അല്ലാഹ് ഇനി ഇതിൻ്റെ സമയവും ഇതിൻ്റെ റക്അത്തുകളും ഇതിൻ്റെ മറ്റുള്ള ശ്രേഷ്ഠതകളും ഒക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു സഹായിക്കട്ടെ ഇൻഷാ അല്ലാഹ്. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.